മജി അൽജ ഹലോ. ഞാൻ എന്താ ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന്. ആകാശ് കുറച്ച് നേരമായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബാഗിൻ്റെ സൈസും കാര്യങ്ങളും അത് ഇതൊക്കെ വെയിറ്റ് കുറച്ച് കൂടുതൽ അങ്ങനത്തെ. അപ്പോൾ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് ഒരു എക്സ്ട്രാ ഒരു ക്യാബിൻ സംഭവം പർച്ചേസ് ചെയ്ത്, അപ്പോൾ അത് പർച്ചേസ് ചെയ്ത് അങ്ങനെ എല്ലാം ആക്കി ഇപ്പം നമ്മളത് ഇറങ്ങാൻ പോകണം. ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം. ശരി എന്നാൽ ഞാൻ എപ്പോഴെങ്കിലും വിളിക്കാം. ചെക്കിൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു 2 പേരെ കണ്ടുപിട്ടി. അവർ വിയറ്റ്നാമിലോട്ടാണ് പോണേ, നമ്മൾ തായ്ലാൻഡും. ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു. നമുക്ക് ആ സമയത്ത് നമുക്ക് ഗിംബൽ ഓപ്പറേറ്റ് പഠിക്കാം. യെസ്. മേടിക്കുമ്പോൾ നമ്മൾ തന്നെ പണിയെടുക്കണം. നമ്മളാ ഇനീഷ്യൽ സംഭവങ്ങൾ കുറച്ച് പണിയെടുക്കണം, അത്രേ ഉള്ളൂ. ഉണ്ടാവില്ലേ? ഇല്ല, 3 ആക്സിസിലേ ഉള്ളൂ. കഴിഞ്ഞു. ഇല്ലല്ലേ? പച്ച കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ബാക്കി നമുക്കിത് വിളിക്കണം. അതേ സംഭവം തുടങ്ങി. ഈ സാധനം ലൂസായിരുന്നു. ജസ്റ്റ് മിസ്. നമ്മൾ ഫൈനൽ ടെസ്റ്റ് സംഭവം എങ്ങനെ ഉണ്ടോ നോക്കാം. ഓക്കെ, സെറ്റ് തൊടല്ലേ. സെറ്റ് ആയെന്ന് തോന്നുന്നു. പൊളി. ഇല്ലില്ല, സെറ്റ് വർക്ക് കമോൺ. പൊളി. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ കയറണം. നമുക്ക് സമയമായി. പക്ഷെ നമ്മൾ ഈ ഗിംബൽ നോക്കിയിരുന്നുകൊണ്ട് അതിൻ്റെ ടൈം പോയി അറിഞ്ഞില്ല. പക്ഷെ വിശക്കണം. ജപ്പാനിൽ പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കണം പറയാം. ജപ്പാനിൽ പോകുമ്പോൾ കഴിച്ചിട്ട് ഒച്ച ഉണ്ടാക്കണം. അങ്ങനെ കഴിച്ചിട്ടിങ്ങനെ ഒച്ച ഉണ്ടാക്കണമെന്നല്ല, നമ്മൾ ഇങ്ങനെ സൂപ്പ് കുടിക്കുമ്പോൾ ഒക്കെ അങ്ങനെ. അത് എനിക്കിഷ്ടമല്ല, എനിക്ക് ഭയങ്കര അറപ്പാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഉണ്ടാക്കി തരുന്ന ആൾക്കാർക്ക് അത് ടേസ്റ്റുള്ളതാണോ ആ ഒരു റിസീവ് ചെയ്യുന്നത്.เขาไปข้างหลังเลยพอเขาไปതായ്ലാൻഡ് എത്തി.
ഫസ്റ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആകാശ് ഓൾറെഡി അവിടെ ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോകണം. നടക്കാനുള്ള ദൂരമുള്ളെന്ന് പറയുന്നു. നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ട് ഒരു ചെറിയ സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സ്, കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുക. മോർണിംഗ്. എന്തായിരുന്നു ഈ മറ്റേ റൈസ് നൂഡിൽസ് ആണ്. റൈസ് നൂഡിൽസ് ആയിട്ട് ഗ്ലാസ് നൂഡിൽസ് ആണ്. എനിക്ക് ആദ്യമായിട്ട് കഴിക്കാറുണ്ട്. എനിക്ക് ഒരെണ്ണം പറയാം. കാരണം കഴിക്കട്ടെ. കാണിക്കുന്ന ആദ്യത്തെ മനസ്സിൽ വരാട്ടാ. ഇതെങ്ങനെ സംഭവം? പേരും ചിക്കൻ കഷ്ണമൊക്കെ കിടക്കുന്ന കഴപ്പാണ്. ഫിഷ് ഓയിൽ ഇതാണോ? നീ മണത്തോ? ഇത്ര അടിപൊളിയായിരിക്കൂല, പക്ഷെ കഴിക്കാൻ ടേസ്റ്റാ. ഞാൻ ഒരു കുഴ പോലെ അങ്ങ് പോകണല്ലേ, നൂഡിൽസ് ആയിട്ട് ഇരിക്കുന്നില്ല. ചവയ്ക്കണം, നീ പിടിക്ക മായും പൊള്ളിച്ച് കൊള്ളാട്ടാ. യുദ്ധം നടക്കുന്നത്. എനിക്കൊന്നും ബാക്കിയില്ല, എല്ലാം ഞാൻ